ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണത്തിൽ കടുത്ത എതിർപ്പ് അറിയിച്ചേക്കുവാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയായുള്ള കെ മുരളീധരൻ. മുരളീധരൻ പറയുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ സ്വാധീനം കാരണം കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏത് നടപടിക്രമത്തിലോട്ടും കടക്കുമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് മുരളീധരൻ. ഇപ്പം അതായത് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് മുരളീധരന്റെ ആ ഒരു നിശ്ചയദാർഢ്യത്തോട് നമുക്കും വലിയ കാര്യമുണ്ട്. കാര്യം നമ്മളെല്ലാവരും അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും വളരെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒന്നാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ള കേസിൽ ആരാണ് യഥാർത്ഥ കൾപ്രിറ്റ് അല്ലെങ്കിൽ ആരാണ് അതിലെ യഥാർത്ഥ കുറ്റവാളി എന്ന് തിരിച്ചറിയുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് കേരളക്കാര് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്നത്. അതിന്റെ ഒരു അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർച്ച നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എല്ലാ കാലത്തും ശബരിമലയും അയ്യപ്പനും ക്ഷേത്രാചാരങ്ങളും ആചാര സംരക്ഷണവും ഒക്കെ ഏതൊരു സമയത്തും തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായി മാറാറുണ്ട്. ഇത്തവണ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇതൊരു തരം നമ്മൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന സംഭവം എവിടെയോ എന്തോ ചില കൊള്ളിക്കലുകൾ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണോ എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടി വരും. എന്തുകൊണ്ട് അങ്ങനെ സംശയിക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഒരു ഘട്ടത്തിൽ ഒരു ന്യൂനപക്ഷ പ്രീണനം നടത്തി എന്നുള്ളത് ഇപ്പൊ പുതിയ സർക്കാർ അധികാരത്തിൽ കയറിയതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ന്യൂനപക്ഷ പ്രീണനം നടത്തി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നൊക്കെ പറയേണ്ടി വരും. അതായത് ജമാഅത്ത് ഇസ്ലാമി, അതായത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചാനലുകളും, മീഡിയ വൺ അടക്കമുള്ള ചാനലുകൾ, അപ്പോൾ അത്തരം ചാനലുകൾ നിരവധി വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ന്യൂനപക്ഷ ഏകീകരണം സാധ്യമാക്കുന്നതിന് വേണ്ടിയും ന്യൂനപക്ഷ വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തിൽ നിന്ന് പിന്നിലേക്ക് വലിക്കുന്നതിന് വേണ്ടിയിട്ടും ശക്തമായ ഒരു ഇടപെടൽ ഈ പറയുന്ന ചാനലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് ഈ ന്യൂനപക്ഷ ചാനലുകൾ. അപ്പം അങ്ങനെ കൊണ്ടുവയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനു മുൻപ് തന്നെ ഇവിടെ ചെയ്തൊരു പരിപാടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സർക്കാരിനെതിരായ ഒരു വികാരം സൃഷ്ടിക്കപ്പെടണം. ആ വികാരം സൃഷ്ടിക്കപ്പെടുന്നത് ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം സാധ്യമാക്കുക. അപ്പൊ തുടക്കത്തിൽ നമുക്കറിയാം ഇത് ആദ്യം വെറും ഒരു ആരോപണം മാത്രമായിരുന്നു. അത് ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണുവാനില്ല എന്നുള്ളതായിരുന്നു ആദ്യം ഉയർന്നു വന്ന ഒരു പരാതി. സത്യത്തിൽ ആ പരാതി ഉയർത്തിക്കൊണ്ടുവന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ ഈ പരാതി മേൽ തുടരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ VD സതീശനോ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് കരുതിയിട്ടില്ല. VD സതീശൻ ആ സമയത്ത് പ്രതിപക്ഷ നേതാവാണ്. അപ്പം അത് കൈവിട്ട് പോകുമെന്നുള്ള കാര്യം VD സതീശന് കരുതിയിട്ടുണ്ടാവില്ല. പക്ഷെ കൈവിട്ട് പോയി. അന്വേഷണം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്തു. അപ്പോൾ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രതികൾ കൂടുതൽ പേരുണ്ട് എന്നുള്ള വിവരം പൊതുജന മധ്യത്തിൽ അറിയുന്നത്. ഈ പ്രതികൾക്ക് കോൺഗ്രസിന്റെ പരമോന്നത നേതാവും യുപിയുടെ ചെയർപേഴ്സണുമായിരുന്ന സോണിയാഗാന്ധിയുമായി അടുപ്പം അല്ലെ വളരെ ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇവിടെ അല്ലെങ്കിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ കോൺഗ്രസ് കാട്ടിയ ആ ഒരു ഇതും തുടർന്ന് ഈ സോണിയാഗാന്ധി അതിൽ കുറ്റക്കാരാവുകയും ചെയ്യുന്ന അല്ലെങ്കിൽ സോണിയാഗാന്ധി വരെ സംശയത്തിന്റെ നിഴലിലേക്ക് വരികയും ചെയ്ത സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി നീരസം അറിയിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനത്തെ വിഷയമുണ്ട് എന്നുള്ള കാര്യം AICC അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ രീതിയിൽ കേസ് കുഴഞ്ഞു മറിഞ്ഞു പോകുന്ന കാണുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ പരിശോധിക്കുമ്പോഴും തുടർന്ന് ഇങ്ങോട്ട് VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഖേൽക്കറെ ഇവിടെ എന്താ പറയാ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആക്കിയ സമയവും എല്ലാം കൂടെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴും VD സതീശൻ പറഞ്ഞ സീറ്റുകളുടെ എണ്ണം എടുത്ത് പരിശോധിക്കുമ്പോഴും BJPക്ക് ഇവിടെ 3 സീറ്റുകൾ ലഭിക്കുമ്പോഴും മൊത്തത്തിൽ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ എവിടേക്കോ ചില നമ്മൾ അറിയാൻ മേലാത്ത തരത്തിലുള്ള ഡീലുകൾ എവിടെയൊക്കെ വർക്കൗട്ട് ചെയ്തു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പൊ ഇവിടെ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്ന ഒരുപക്ഷെ അദ്ദേഹം പൊട്ടൻ കഥ അറിയാതെ ആട്ടം കാണുന്ന ഒരാളുടെ അവസ്ഥയായിരിക്കാം ഒരുപക്ഷെ കെ മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രിക്കുള്ളത്. അപ്പം കെ മുരളീധരൻ എന്തുകൊണ്ട് അങ്ങനെ കഥ അറിയാതെ ആട്ടം കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ മുരളീധരൻ ഇപ്പോഴും കരുതി വെച്ചിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ അത് അട്ടിമറിച്ചു എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ ഒരു നിലപാടെടുക്കുന്ന ദേവസ്വം ബോർഡ് മന്ത്രിക്ക് തീർച്ചയായും ഹൈക്കോടതിയെ സമീപിക്കാവുന്നതേ ഉള്ളൂ. ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് നേരെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുക, പുനരന്വേഷണത്തിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ കോടതി പറയും ഇതുവരെ അന്വേഷണത്തിന്റെ എല്ലാ ഡീറ്റെയിലും. കാര്യം ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. കോടതിയിൽ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ ചലഞ്ച് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണ സംഘം എവിടെയെങ്കിലും കുറ്റകരമായ അനാസ്ഥ അന്വേഷണ കാര്യത്തിൽ പുലർത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കോടതിയെ ബോധിപ്പിക്കാനും കെ മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രിയെ കൊണ്ട് സാധിക്കും. അതൊക്കെ ചെയ്ത് വെക്കുക. അത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ള സ്വർണം 1 ഗ്രാമെങ്കിൽ 1 ഗ്രാം, ആ 1 ഗ്രാം സ്വർണമായിരുന്നാൽ പോലും അത് തിരികെ എടുക്കുന്നതിനുമായി വേണ്ടിപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കും.
അന്വേഷണം ശരിയായ ദിശയിലല്ല, മുൻപുണ്ടായിരുന്ന വേണമെങ്കിൽ മുഖ്യമന്ത്രിയെ കൂടി പ്രതി ചേർക്കാമല്ലോ, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു കുറ്റകൃത്യത്തെ മൂടി വെക്കുന്നത് ഒരു കുറ്റകൃത്യം തന്നെയാണല്ലോ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം മുഖ്യമന്ത്രിക്ക് നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇപ്പം പ്രതിപക്ഷ നേതൃസ്ഥാനമല്ലേ ഉള്ളൂ. അപ്പം അദ്ദേഹത്തെ കൂടെ പ്രതി ചേർക്കാം. പിന്നെ അത് കാരണം എന്താ, ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചു, അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്താ പറയാ പിണറായി വിജയനാണ്. അപ്പൊ പിണറായി വിജയന്റെ പേരിൽ കൂടെ ഒരു പ്രതി ചേർക്കൽ നടത്തിക്കൊണ്ട് അതിന്റെ തീർച്ചയായിട്ടും അതിന്റെ നിയമവശങ്ങളൊക്കെ അന്വേഷിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ എല്ലാ നിയമവശങ്ങളും അന്വേഷിച്ചതിന് ശേഷം കേസുമായിട്ട് മുന്നോട്ട് പോകാം. പിണറായി വിജയൻ കുറ്റക്കാരനാണെങ്കിൽ പിണറായി വിജയനെയും ചോദ്യം ചെയ്യണം, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം, ജയിലിലാക്കണം, എന്ത് വേണേ ആവാം. ഇനിയും കടകംപള്ളി സുരേന്ദ്രൻ അതിനകത്ത് കുറ്റക്കാരനാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാം, ആരെ വേണമെങ്കിലും ജയിലിലാക്കാവുന്നേ ഉള്ളൂ. കാരണം ഇതിനകത്ത് ഇനി സോണിയാഗാന്ധി ആണെങ്കിൽ അവിടെ അന്വേഷണം പോകണം. ഇനി അടൂർ പ്രകാശ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടൂർ പ്രകാശിന്റെ അടുത്ത് പോകണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം തടയപ്പെടും എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോൾ ഇതെല്ലാം തടയപ്പെടും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കെ മുരളീധരൻ ഇത് പറയുന്നു. കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനുള്ളിൽ ഒറ്റയാനാണ് കെ മുരളീധരൻ. ഒറ്റയാനെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒരു പക്ഷത്തും കെ മുരളീധരൻ നിൽക്കുന്നില്ല. അതായത് ഇപ്പൊ കെ സി പക്ഷത്തുണ്ടോ എന്ന് ചോദിച്ചാൽ കെ സി പക്ഷത്തില്ല. ഇനി അതല്ല വി ഡി സതീശൻ പക്ഷത്ത് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ പക്ഷത്തും ഇല്ല. അപ്പൊ ഇവിടെ സ്വന്തമായ ഒരു ബ്ലോക്കിലാണ് കെ മുരളീധരൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ചാടണമെങ്കിൽ ആരെയും മുഖം നോക്കാതെ കെ മുരളീധരന് സംസാരിക്കാനും നടപടി എടുക്കാനും സാധിക്കും. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അടൂർ പ്രകാശിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അടൂർ പ്രകാശ് പോയി ഫോട്ടോ എടുക്കുകയും ഈന്തപ്പഴം മേടിച്ച് ഇന്നൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതോടൊപ്പം പിന്നെ ഈ പറയുന്ന ആന്റോ ആന്റണി അദ്ദേഹത്തിനോടൊപ്പം സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടാവും. ഇനി എന്തിന് സോണിയാഗാന്ധി അതിനകത്ത് കുറ്റക്കാരിയാണെങ്കിൽ അനുഭവിക്കണമെന്നേ. ഈ പറയുന്ന പോലെ ഒരു ദിവസം നമുക്കറിയാം ബി ജെ പിക്കാര് സോണിയാഗാന്ധിയുടെ ജൻപത് ടണ്ണിനടുത്ത് സമരം നടത്തിയിരുന്നു. എന്തിനു വേണ്ടിയാ? ഈ സ്വർണം എല്ലാം കൂടെ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം പിന്നെ ഈ പറയുന്ന റോബർട്ട് വാദ്ര, അതായത് ഈ സോണിയാഗാന്ധിയുടെ മരുമകനാണ്, പ്രിയങ്ക വാദ്രയുടെ ഭർത്താവ്. അപ്പൊ പുള്ളിക്കാരൻ വഴി വിദേശത്ത് ഇറ്റലിയിലുള്ള സോണിയാഗാന്ധിയുടെ സഹോദരിയിലേക്ക് പോയി എന്ന് സുരേന്ദ്രൻ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന്റെ പിൻബലത്തിൽ അവിടെ സമരമൊക്കെ നടന്നു, ബി ജെ പിയുടെ സമരം. അപ്പൊ എന്ന് വെച്ചാൽ ഈ പറയുന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി സോണിയാഗാന്ധിയുടെ കയ്യിലേക്ക് എത്തിയെന്നും സോണിയാഗാന്ധി ഈ സ്വർണം ഇറ്റലിയിലേക്ക് കൊണ്ടുവന്ന് ഈ പറയുന്ന പുരാവസ്തു വിൽക്കുന്ന ഷോപ്പുകളിലൂടെ കച്ചവടം ചെയ്തു, കോടിക്കണക്കിന് രൂപ കച്ചവടം ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി ഇതിനകത്ത് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചതാണോ എന്നറിയില്ല. നമ്മുടെ രമേശ് ചെന്നിത്തല ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നു. രമേശ് ചെന്നിത്തല പ്രധാനമായി ഉയർത്തിയ ആരോപണം എന്താ? വിദേശത്തുള്ള ഒരു വലിയ വ്യവസായി അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് രൂപയ്ക്ക് എന്തോ ഈ സാധനം വിദേശത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. എന്നിട്ട് അയാളെ കൊണ്ടുവന്ന് അന്വേഷണ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വെറുതെ ആയിരുന്നു എന്നുള്ള വിവരം അറിയുന്നു. അപ്പൊ ഇതിനെയൊക്കെ കേസിനെ അട്ടിമറിക്കാൻ കോൺഗ്രസ്സുകാരനെ പലതവണ ശ്രമിച്ചിട്ടില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കിക്കോളൂ, അന്വേഷണത്തെ വഴിതിരിച്ചു വിടുകയല്ലായിരുന്നു ചെയ്തത്. അവസാനം ഇപ്പൊ ഈ പറഞ്ഞ പോലെ അന്വേഷണം ആരംഭിച്ചു എന്ന് വിചാരിച്ചു. അവസാനം ഈ അന്വേഷണം എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്കൊക്കെ ഏകദേശം അറിയാം. അപ്പൊ എന്ത് ചെയ്യും? അപ്പോഴാണ് പിന്നെ ഈ കെ മുരളീധരൻ പണി മേടിക്കാൻ പോകുന്നത്. കെ മുരളീധരൻ ഒരുപക്ഷെ മന്ത്രിസ്ഥാനം വരെ രാജിവെച്ച് ഇപ്പൊ ഈ പറയുന്ന ദീപ്തി മേരി വർഗീസ് ഒരു പരാതി കൊടുത്തിരുന്നില്ല, അതേ രീതി തന്നെ. അതെ, അതുപോലെ നമ്മളിപ്പോ അന്വേഷണത്തിനെ മുന്നോട്ട് സ്വാഗതം ചെയ്യുന്നു. അന്വേഷണം നടക്കണം. ശരിക്കും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം ഹൈക്കോടതിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ കോടതി സ്റ്റേബിൾ ആണ്. സർക്കാരിലെ മുന്നണി മാത്രമേ മാറുന്നുള്ളൂ, സർക്കാർ സ്റ്റേബിൾ ആണ്. അപ്പം വരുന്ന മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ഒക്കെ ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ഇനി ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്തുകൊണ്ടാണ് ഈ കാര്യത്തിലൊന്നും മിണ്ടിയില്ലല്ലോ? സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കൊള്ള കേസ് ഞങ്ങൾ ഇനിയും കൂടുതൽ ശക്തമാക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെന്നിത്തല എവിടെയെങ്കിലും പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ചെന്നിത്തലയാണല്ലോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ആ വിജിലൻസും പോലീസും ചെന്നിത്തലയുടെ കയ്യിൽ. എന്നിട്ട് ചെന്നിത്തല ഒന്നും ചെയ്യാഞ്ഞത് സത്യത്തിൽ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും അന്വേഷണം പുരോഗമിക്കട്ടെ. ഇതിൽ ആരാണ് കുറ്റക്കാർ എന്നുള്ള വിവരം പുറത്തേക്ക് വരട്ടെ. ജനമത് തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ.